ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സേതു, അതുപോലെ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ആനയെ കൊണ്ടുവരാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. മറുവശത്തെ ടൗണിന്റെ ഹൃദയഭാഗമാണ് ഞാൻ നിൽക്കുന്ന ഭാഗം. കുറച്ച് ഒഴിഞ്ഞ ഭാഗമാണ്. ഇവിടെ KSRTC ബസ് സ്റ്റേഷനുണ്ട്, പക്ഷേ അത് പൂർണ്ണമായും അങ്ങനെ ആളുകൾ എത്തുന്ന ഒരു ബസ് സ്റ്റേഷൻ അല്ല. അതുകൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിന്റെ ആ പരിസരത്ത് കൂടി അങ്ങോട്ട് ഓടിക്കാനായിരിക്കും ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഇതൊരു ഒഴിഞ്ഞ ഭാഗമാണ്, ഒരു വാഴത്തോട്ടമൊക്കെ കാണാം. അവിടേക്കാണ് ആനയെ അവർ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മളെ മാറ്റിയത്. ആന ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നു. അധികം ശബ്ദമുണ്ടാക്കരുത് എന്ന നിർദ്ദേശമുണ്ട്. കാരണം ആനയെ തിരിച്ച് ഓടിക്കരുത് ഇവിടെ നിന്ന് എന്ന് പറയുന്നുണ്ട്. കുറച്ച് ആളുകൾ, ഞാനൊരു വീടിന്റെ കോമ്പൗണ്ടിലാണ് ഉള്ളത്, സുരക്ഷിതമായി നിൽക്കുന്നത്. അവിടെ കുറച്ച് ആളുകളുണ്ട്, പക്ഷെ അധികം ആളുകളില്ല. പോലീസും വനംവകുപ്പും ഒക്കെയാണ് പുറത്തുള്ളത്. അവർ ആനയെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. എന്തായാലും മയക്കുവെടി വെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് ബിജു പങ്കജ് പറഞ്ഞതുപോലെ. കർണാടകയിൽ നിന്നുള്ള ആനയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ബന്ദിപ്പൂർ മൂലഹള്ള എന്ന് പറയുന്നത് നമ്മൾ ദേശീയപാത വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് മുത്തങ്ങ കഴിഞ്ഞ് സംസ്ഥാന അതിർത്തി, ഇന്നലെ 2 ആളുകളെ ആന ഓടിച്ച ആ സ്ഥലത്തിനടുത്താണ് ഈ മൂലഹള്ള ചെക്ക് പോസ്റ്റ്. സംസ്ഥാന അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ കൃത്യമായി നമ്മുടെ അതിർത്തിയിലാണ് കർണാടക വനംവകുപ്പ് എന്തായാലും ആ ആനകളെ വിട്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. മുമ്പ് കടുവയുടെ കാര്യത്തിലൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ കർണാടക വനംവകുപ്പ് നമ്മുടെ അതിർത്തികളിൽ കൊണ്ടുവിടുന്നു എന്നൊരു പരാതി നമ്മുടെ വനംവകുപ്പ് തന്നെ രഹസ്യമായി ഉന്നയിക്കുന്നുണ്ട്. പരസ്യമായി അവരത് പറയുന്നില്ലെങ്കിലും ഈ ആനകളെയും അത്തരത്തിൽ നമ്മുടെ അതിർത്തിയിൽ 2 ആനകളെ വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒരാനയാണിതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അതിർത്തിയിലാണ് കൊണ്ടുവിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ വന്യജീവി മനുഷ്യ സംഘർഷം ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ് വയനാട്. കർണാടക ഗ്രാമങ്ങളെക്കാളൊക്കെ ജനസാന്ദ്രതയേറിയ ടൗണുകളും ഗ്രാമങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ആന ഇറങ്ങി പ്രശ്നമുണ്ടാക്കുന്നത്. ഇത് സർക്കാർ തലത്തിലടക്കം ഇക്കാര്യം ഉന്നയിക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവർ അതിർത്തിയിലാണ് ആനയെ കൊണ്ടുവിട്ടത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ തന്നെ അവരത് നിരീക്ഷിച്ച് കൃത്യമായി കേരള വനംവകുപ്പിനെ അറിയിക്കേണ്ടതായിരുന്നു ആനയുടെ മൂവ്മെന്റ്. അതുണ്ടായോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്കറിയില്ല. എന്താണെങ്കിലും ആന ഇപ്പോൾ നഗരമധ്യത്തിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. മയക്കുവെടി വെക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനു മുൻപ് നമുക്കറിയാം PM2 എന്ന ആന തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ മേഖലയിൽ പ്രശ്നമുണ്ടാക്കി റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. കഴിഞ്ഞ വർഷം സുൽത്താൻ ബത്തേരി നഗരത്തിൽ ഇറങ്ങി വലിയ പ്രശ്നമുണ്ടാക്കിയത്. ആ ആനയെ മയക്കുവെടി വെച്ച് കുങ്കിയാനയാക്കിയതുമായി ബന്ധപ്പെട്ട കേസൊക്കെ ഇപ്പോഴും നടക്കുകയാണ്. ഇതിപ്പോൾ 2ാം തവണയാണ് അയൽ സംസ്ഥാനത്ത് നിന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ചൊരു ആന വയനാട്ടിലെ നഗരത്തിലിറങ്ങി ഇതുപോലെ ആളുകളെ ഭീതിയിലാക്കുന്നത്. എന്തായാലും ഇത് ആകത്ത് തലത്തിൽ ഇത് ഉന്നയിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ആന ഇങ്ങോട്ട് നീങ്ങുന്നു. പോയോ ആന? അവിടെ നിന്ന് പോയോ? വീടിന് മുകളിൽ ആന ഈ മാനന്തവാടി ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാതൃഭൂമി ന്യൂസിലൂടെ. ഓപ്പറേഷൻ ജംബോയുടെ ഭാഗമായി 2 ആഴ്ച മുൻപ് കർണാടക പിടികൂടിയ ആനയാണ് ഇപ്പോൾ ഈ മാനന്തവാടി ജനവാസ മേഖലയിൽ എത്തി നിൽക്കുന്നത്, ഭീതി പരത്തി നിൽക്കുന്നത്. ആന ജനവാസ മേഖലയിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരൊറ്റപ്പെട്ട മേഖല, ജനവാസ മേഖലയെങ്കിൽ കൂടി ഒരൊറ്റപ്പെട്ട പ്രദേശത്താണ് ആന നേരത്തെ നിലയുറപ്പിച്ചിരുന്നുവെങ്കിൽ ആന ഇപ്പോൾ നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.